എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ നമുക്ക് പല സന്ദർഭങ്ങൾ ദൈവം തരും. അതിൽ മനോഹരമായ സന്ദർഭമാണിത്. കാരണം തമ്പി പറഞ്ഞ പോലെ തമ്പിയുടെ വാക്കുകൾ കടമെടുത്ത് അദ്ദേഹത്തിൻ്റെ വഴികാട്ടിയും എല്ലാമായ എൻ്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു മികച്ച കലാരൂപം പ്രദർശിപ്പിക്കുവാൻ തമ്പിക്ക് സാധിച്ചു എന്ന് പറയുന്നത് വലിയ നേട്ടമാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. തമ്പി പറഞ്ഞ അക്ഷരം പ്രതി ശരിയാണ്. കാരണം തമ്പിയെ എവിടെ വെച്ച് എപ്പോൾ കണ്ടുമുട്ടിണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. തമ്പി എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയുമ്പോൾ തമ്പി ഓർക്കും, ഏപ്രിൽ 18 എന്ന ചിത്രത്തിൻ്റെ ഡബ്ബിങ് നടക്കുക. ഞാൻ ഇന്നും വളരെ എക്കണോമിക്കലായ ഡയറക്ടറാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹം അങ്ങനെയൊന്നുമില്ല. എല്ലാം ടേപ്പ് റെക്കോർഡറിലാണ് നമ്മൾ പറയുന്ന സംസാരം എല്ലാം ടേപ്പ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി വൈകിയാണ് ഡബ്ബിങ്. അപ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട് നമുക്ക് ആ സമയത്ത്. അപ്പോൾ ഒരു ലൂപ്പ് വന്ന് കയറി കൊരുത്തു. ചില സമയങ്ങളിൽ പലപ്പോഴും സംഭവിക്കും. അപ്പോൾ ആ ഒരു ഡയലോഗ് ഞാൻ പറയുന്നത് സിങ്ക് ആവുന്നില്ല. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു സ്വാഭാവികമായിട്ട്. അപ്പം തമ്പിയാണ് എൻ്റെ ഇമ്മീഡിയറ്റ് അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത്. ഞാൻ തമ്പി അത് ശരിയല്ലോ ഡയലോഗ്, ഇല്ല സാർ അങ്ങനെയാണ്. അങ്ങനെ ഞാനും തമ്പിയും തമ്മിലൊരു സ്നേഹപരമായ ഒരു വാഗ്വാദം വരുന്നു. തമ്പി ഈ സ്റ്റിക്കിംഗ് ടു ഹിസ് ഗൺസ്. പുള്ളി പറഞ്ഞതല്ല. ഉടനെ തമ്പി പോയി പെട്ടി തുറന്നു വെച്ചാൽ ടേപ്പ് റെക്കോർഡർ എടുത്തോളൂ. ടേപ്പ് റെക്കോർഡർ കൊണ്ടുവന്നത് ഓൺ ചെയ്തപ്പോൾ കറക്റ്റ് തമ്പി ഉടനെ ശരിയാണ്. അപ്പം ഞാൻ അന്ന് മുതൽ തമ്പി പറയുന്ന കാര്യങ്ങളിൽ നിഷ്കർഷയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് ദൂരം പോകേണ്ട ആവശ്യമില്ല. പിന്നെ എത്രയോ പടങ്ങൾ തമ്പി വർക്ക് ചെയ്തു. തമ്പി ഡയറക്ടറായത് തന്നെ തമ്പി ആദ്യം ഒരു ഡേറ്റ് എൻ്റെ വാങ്ങിച്ചു. സാറിനെ വെച്ചൊരു പടം ചെയ്യണം. അപ്പോൾ അത് ഈ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയുള്ള സമയമാണ്. അപ്പോൾ ഞാൻ തീർച്ചയായും ചെയ്യുന്നത്. തമ്പി ആ ഡേറ്റ് വാങ്ങിച്ചിട്ട് പോയിട്ട് പിന്നെ തമ്പി അവതരിക്കുമ്പോൾ പറയുന്നില്ല സാർ പടം ആ പ്രൊഡ്യൂസർ അങ്ങ് അഭിനയിക്ക് തമ്പി ചെയ്ത് എന്നെ കൊണ്ട് പേര് പിടിപ്പിച്ചു, പത്രത്തിൽ വാർത്തയും വന്നു. അപ്പോൾ ഞാൻ തമ്പി അത് നടക്കാതെ പോകുന്നത് ശരിയല്ല, അത് നല്ല തുടക്കമല്ല. എന്ത് വന്നാലും നമുക്ക് ചെയ്യണം. ആരുമില്ലെങ്കിൽ നമ്മൾ